മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. അടുത്ത ദിവസം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഇത്തവണ പുതുമുഖങ്ങൾക്കാവും പരിഗണന. അതേസമയം കോൺഗ്രസുമായി രാജ്യസഭാ സീറ്റും ലോക്സഭാ സീറ്റും വെച്ചുമാറുന്നത് പരിഗണനയിലില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിൽ ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും അനൌദ്യോഗിക ചർച്ചകൾ തുടങ്ങി. ലോക്സഭയിൽ 3ാം സീറ്റ് ആവശ്യം ഉന്നയിച്ച ലീഗിന് UDFിൽ ധാരണ പ്രകാരം രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്ന ഉറപ്പ് നേരത്തെ ലഭിച്ചതാണ്. സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിലുള്ള അന്തിമ തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടാകും. എന്നാൽ കോൺഗ്രസുമായി രാജ്യസഭാ സീറ്റും ലോക്സഭാ സീറ്റും വെച്ചുമാറുന്നത് പരിഗണനയിലില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല, ഒരു കാര്യമില്ല. ലീഗിനിപ്പോ രാജ്യസഭാ സീറ്റേ ഉള്ളൂ. അതൊക്കെ തീരുമാനമായ കാര്യങ്ങളാണ്. വയനാട് കോൺഗ്രസ് തന്നെ മത്സരിക്കും. അതിലൊന്നും ഒരു കഥയും വേണ്ട. സുപ്രീം കോടതി അഭിഭാഷകൻ ഹാരിസ് ബീരാന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. PM സലാമിന്റെ പേരും പരിഗണനയിലുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥി പുതുമുഖമായിരിക്കുമെന്നും യുവാക്കൾക്കായിരിക്കും പരിഗണനയെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. 24 മലപ്പുറം.